ഇത് ഇത് ഉദയനൂരമ്മയുടെ ഫോട്ടോ ആണല്ലോ. ഇത് മുത്തശ്ശൻ എങ്ങനെ കിട്ടി? അതെ, കണ്ണു കാണാൻ വയ്യാത്ത ആള് ഇതെങ്ങനെ സംഘടിപ്പിച്ചു? ജന്മനാ ഞാനൊരു അന്ധനല്ലായിരുന്നു. പിന്നീട് എങ്ങനെയാണ് എന്റെ കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാ അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ പിന്നീടാവാം. അല്ല മോള് ചായ കൊണ്ടുവന്നപ്പോ ചോദിക്കാൻ മറന്നു. വിശാൽ സാർ ആരോടോ ദേഷ്യപ്പെടുന്ന ശബ്ദം കേട്ടല്ലോ. എന്തായിരുന്നു കാര്യം? അതൊന്നുമില്ല മുത്തശ്ശ. അത് ഒരു ഓഫീസ് ഫയൽ കാണാഞ്ഞിട്ട് ദേഷ്യപ്പെട്ടതാ. ഓ, എന്നാ ശരി മോളെ. ഈ മനുഷ്യനിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടല്ലോ പാർവതി. ശരിക്കും ഇയാൾ ആരാ? ചന്ദ്രശേഖരൻ. എനിക്കും അത്രേ അറിയൂ. വെട്ടുണ്ട്. എന്താടി എന്നെ കണ്ടിട്ട് ഒരു കണ്ടപാൻ പോലും ഇല്ല നിൽക്കുന്നത്? ഇനി എന്നെ മനസ്സിലാകാഞ്ഞിട്ടോ അതോ കുറച്ചു നാളായി കാണാത്തതിന്റെ പരിഭവമോ? സാധാരണ ഒഫീഷ്യൽ ടൂർ കഴിഞ്ഞ് വരുന്ന ഭർത്താവിനെ വാരിപ്പുണർന്ന് വിശേഷം പറയുന്ന നല്ല ഭാര്യമാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. വാരിപ്പുണർന്നില്ലെങ്കിലും വിശേഷങ്ങളെങ്കിലും പറയാം. ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. അത് കള്ളം. ഞാൻ പോയതിനു ശേഷം ഒരുപാട് വിശേഷങ്ങൾ ഈ വീട്ടിൽ സംഭവിച്ചു. എണ്ണം തെറ്റാതെ ഓരോന്നോരോന്നായി പറയും. എല്ലാം അറിഞ്ഞിട്ടല്ലേ സംഭവിച്ചു എന്ന് തറപ്പിച്ച് പറയുന്നേ. പിന്നെന്തിനാ ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നേ? ശരി, സമ്മതിച്ചു. ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നിന്റെ വിശേഷങ്ങൾ ഒഴികെ. എനിക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നിനക്ക് ഇത്രയും കാലമായിട്ട് വിശേഷം ഉണ്ടാവാത്തതിന്റെ കാരണം അന്വേഷിക്കുകയും അതിനുള്ള കാരണക്കാരൻ ഞാനാണെന്ന് വരുത്തി തീർക്കുകയും പരിഹാരമായി ഒരു മെഡിക്കൽ ചെക്കപ്പ് വേണമെന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തു. ശരിയല്ലേ? അങ്ങനൊരു തീരുമാനം ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. അപ്പോ ചർച്ച നടന്നു. അച്ഛമ്മ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ അതിനുള്ള മറുപടിയും പറഞ്ഞു. എന്ത് മറുപടി? ഞാൻ ആണത്തമില്ലാത്തവനാണെന്നോ? അങ്ങനെയല്ലേ നീ പറഞ്ഞത്? നീ ആരാന്നടി നിന്റെ വിചാരം? രംഭയോ തിലോത്തമയോ? എടി, ഒരു മരക്കഷ്ണത്തോട് തോന്നുന്ന വികാരം പോലും എനിക്ക് നിന്നോടില്ല. അതിന് കാരണം എന്താണെന്നറിയോ? നിന്റെ നിഷേധത്തരം, തന്നിഷ്ടം, അനുസരണയില്ലായ്മ. താലി കെട്ടിയ പെണ്ണിനെ വെറും മരക്കഷ്ണമായിട്ട് കാണുന്ന ഒരാണും ആണല്ല. അവരെ വിളിക്കുന്നതേ നപുംസകമെന്ന. ഓണും പെണ്ണും കെട്ടവനെന്ന്. എന്ത് പറഞ്ഞടി? തൊട്ടുപോരെ തന്നെ. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് മതി എന്റെ നേരെയുള്ള ഭരണം. എന്ത് തീരുമാനം? ഒരു ഡിവോഴ്സ് ആണ് നീ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് സാധ്യമല്ല. എന്റെ സമ്മതത്തോടെ അത് നടക്കില്ല. നീ നരകിക്കണം. ആ അടുക്കളക്കാരിയോടുള്ള നിന്റെ സമീപനം മാറ്റി എന്നോടും അമ്മയോടൊപ്പം നീ നിന്ന നിന്നോടുള്ള എന്റെ സമീപനത്തിന് മാറ്റങ്ങളുണ്ടാവും. പാർവതി ഇന്നലെ വന്നവളല്ലേ? അതിനു മുൻപും നിങ്ങളുടെ സമീപനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. താലി കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിനെ അടിമയാക്കി നിർത്താന്ന് വല്ല ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചേക്ക്. ചോദിക്കാനും പറയാനും ഒക്കെ എനിക്കും ആളുകളുണ്ട്. അവരെ എന്റെ അവസ്ഥ അറിയിച്ച നിങ്ങളുടെ കാര്യം കുറച്ച് കഷ്ടമാവും. ആരെയും ദ്രോഹിച്ച് ശീലമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാൻ ഞാൻ നിർബന്ധിതയാകാതെ നോക്കേണ്ടത് നിങ്ങളാ.
മൈൻഡ് ഇറ്റ്. മുത്തശ്ശൻ തന്ന ഈ ഉദയന്നൂരമ്മയുടെ ഫോട്ടോ ചുമരിൽ തൂക്കണം. ഇതിപ്പോ എവിടെ തൂക്ക? ഇവിടെ തൂക്കാം. ഇവിടെ ആവുമ്പോ മുറിയിലേക്ക് കയറി വരുമ്പോ തന്നെ അമ്മയെ കാണാലോ. പാർവതി, നീ എന്തായി കാണിക്കുന്നേ? അത് ഉദയന്നൂരമ്മയുടെ ഈ ഫോട്ടോ ചുമരിൽ തൂക്കാൻ ആണി അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. എത്ര അടിച്ചിട്ട് ഇത് ചുവരിലേക്കൊന്നും കേറുന്നില്ല വിശാൽ സാറേ. എന്റെ കൈ ആകെ വേദനിക്കുന്നു. നിന്റെ ഈ കൈ കൊണ്ട് അടിച്ചാലൊന്നും ഈ ആണി കാരത്തില്ല പാർവതി. ഈ ഭിത്തിയെ നല്ല സ്ട്രോങ് ആ. നിന്റെ കൈ ചുവന്നല്ലോ. ഇനിയിപ്പോ അമ്മയുടെ ഫോട്ടോ എങ്ങനെ ചുമരിൽ തൂക്കും? ഭിത്തിയിൽ ആണി കാരണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചുതരാം. വാ, നോക്കിക്കോ. ആണിതാ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിക്കണം. എന്നിട്ട് ഹാമർ ഇങ്ങനെ പിടിച്ചിട്ട് ആണി കൈ കൊള്ളാതെ ശക്തമായിട്ട് അടിക്കണം. ദാ ഇങ്ങനെ. പാർവതിക്കും വിശാലിനും റൊമാൻസ് വരില്ലെന്ന് വിചാരിക്കുന്ന ചിലരുണ്ട് ഈ വീട്ടിൽ. അവരെ ഇപ്പൊ വിളിച്ചോണ്ട് വന്ന് ഈ കാഴ്ച കാണിക്കണം. എന്താണ് രണ്ടുപേരും കൂടി വലിയ ഗഗനമായ ആലോചന? ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടാൻ വല്ല പ്ലാനും ഉണ്ടോ? അതോ സാമ്പാർ എങ്ങനെ രസമാക്കാന്നും രസം എങ്ങനെ സാമ്പാറാക്കൊന്നും ചിന്തിച്ചോണ്ടിരിക്കുവാണോ? ആക്കല്ലേ. ഈ കിച്ചൺ സെക്ഷനൊക്കെ പാർവതിയുടെ ഏരിയ. ചൂടും പുകയൊക്കെ അവൾക്കേ സെറ്റ് ആവും. ഞങ്ങൾക്ക് ആലോചിക്കാൻ വേറെ 100 കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. നിങ്ങൾ ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും നോക്കി കുറ്റവും പറഞ്ഞോണ്ടിരുന്നു.
അവിടെ വിശാൽ ബ്രോയും പാർവതിയെ ഒടുക്കത്തെ റൊമാൻസാ. കണ്ടിട്ടേ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നി. അയ്യ. എവിടെ? സ്വപ്നത്തിലോ? ശ്ശോ, പാർവതിയുടെ റൂമില്. വിശ്വാസം വരുന്നില്ലെങ്കിലേ എന്റെ ഒപ്പം വാ, ഞാൻ കാണിച്ചു തരാം. കണ്ട് നിർവൃതി അടയുകയോ നെഞ്ചത്തടിച്ച് കരയോ എന്ത് വേണേലും ആവാം. വാ വാ വാ. ജാസ്മിൻ വാ. ദേഷ്യമാണോ അതോ പിണക്കാണോ? പിന്നെ ചുറ്റിക കൊണ്ടടിച്ച ആണിക്ക് ദേഷ്യം വരില്ലേ? ഇനി ആണി കയറിയില്ലെങ്കിൽ ചുറ്റിക പിണങ്ങില്ലേ? എടി മണ്ണുണ്ണി, ഞാൻ ചോദിച്ചതേ ഇതിനെപ്പറ്റിയല്ല. പിന്നെ എന്തിനെ പറ്റി വിശാൽ സാറ് ചോദിച്ചത്? നീ ആ ലീഗൽ പേർപ്പസ് എല്ലാം ഓയിലിൽ പുരട്ടിയപ്പോ ഞാൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്നെ വഴക്ക് പറഞ്ഞില്ലേ? അതിനെന്നോട് ദേഷ്യമുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. വിശാൽ സാറിനോട് എനിക്ക് ഒരു ദേഷ്യമില്ല. എനിക്ക് എന്നോട് തന്നെയാ ദേഷ്യം. ഞാനല്ലേ ബുദ്ധിമോശം കാണിച്ചത്. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തോണ്ട് പറ്റിപ്പോയതാ വിശാൽ സാർ. റൊമാൻസ് സീൻ ഡയറക്റ്റ് നോക്കാൻ പാടില്ല. ഒളിഞ്ഞു നോക്കുന്നതാ അതിന്റെ ഒരു സുഖം. ഞാനും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ. ആ ദേഷ്യം മാറ്റാനേ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? പറയൂ. അതിനെ എന്ത് ചെയ്യണം? വിശാൽ സർ, ദേ ഇങ്ങനെ സംസാരിച്ചിരുന്നാലേ ആണി ഭിത്തിയിൽ കയറില്ല. അതിനെ ആദ്യം ഈ പിണക്കം മാറണ്ടേ? ആ, നിന്നെ സഹായിക്കാമെന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇവിടെ ഇന്ന് ഞാൻ ജാസ്മിൻ, എന്തിനാടി ജാസ്മിന്റെ കാലിൽ നീ ഹാമർ ഇട്ടത്? മനപ്പൂർവ്വം ഇട്ടതല്ല അപ്പച്ചി, കയ്യിന്ന് അറിയാതെ താഴെ വീണു പോയതാ. ആര് പറഞ്ഞു? നീ മനപ്പൂർവ്വം തന്നെ ഇട്ടത്. നുണച്ചി, നുണ പറയുന്നോ? ഇങ്ങനെ വന്നല്ലറിയ ആരായാലും പേടിച്ചു പോകും. പിന്നെ എന്റെ കയ്യിൽ നിന്ന് ഹാമർ വീണത്, അല്ലാതെ പാർവതിയുടെ കയ്യിൽ നിന്നല്ല. അവളെ വഴക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോട്ടെ. അത് ശരിയാ, എന്തൊരു അലർച്ചയായിരുന്നു, രാക്ഷസികളെ പോലെ. അത് കേട്ടാൽ ആരായാലും പേടിച്ചു പോവും. എന്തിന്? ഞാൻ വരെ ഞെട്ടിപ്പോയില്ലേ? നീ എന്തിനാ വിശാൽ ഇവളുടെ കൂടെ നിന്ന് ആണി അടിക്കുന്നേ? പാർവതിക്ക് ആണി അടിക്കാൻ അറിയില്ലായിരുന്നു, ഞാൻ സഹായിച്ചു. അയ്യോ, അതിലെന്താ ഇപ്പൊ തെറ്റ്? അതിന് എന്നെയോ ഗാർഗിയോ വിളിക്കായിരുന്നില്ലേ? നീ എന്തിനാ ഇവളെ ഹെൽപ്പ് ചെയ്യാൻ നടക്കുന്നേ? അയ്യോ, എന്നെ ഇതിലേക്കൊന്നും വലിച്ചഴക്കല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ. ആന്റി, എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാൻ ഫ്രീ ആയിട്ടിരിക്കാ. ഞാൻ ഹെൽപ്പ് ചെയ്യില്ലായിരുന്നോ? ഇത് മനഃപൂർവ്വം തന്നെ ആന്റി. നിങ്ങളെ എന്താന്ന് വെച്ചാ ചെയ്യാ, ഞാൻ പോവാ. പിടിച്ച നിന്റെ കൈക്ക് എന്തെങ്കിലും പറ്റിയോ?
ഞാൻ പറഞ്ഞില്ലേ വിശാൽ ബ്രോ പിണക്കം മാറ്റി ഇന്ന് തന്നെ വരുമെന്ന്. വാ, ഞാൻ സഹായിക്കും. നീ എന്ത് സ്വപ്നാടനം പോലെ നടക്കുന്നേ? എന്ത് പറ്റി ജാസ്മിൻ? നിങ്ങൾ കണ്ടതല്ലേ ആന്റി, പാർവതി ആണി പിടിക്കുന്നു, വിശാല ചുറ്റിക കൊണ്ട് അടിക്കുന്നു. അത് കണ്ടപ്പോ ആ ചുറ്റിക പിടിച്ചു വാങ്ങി അവളെ തലയ്ക്കൊന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയത്. അവൾ ആണി പിടിക്കോ പിടിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതിന് നിനക്കെന്താ? വിശാലിന് പാർവതിയുടെ അടുത്ത് ഇപ്പോഴും ദേഷ്യമുണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ആന്റി. അവരുടെ ഇടപെടൽ കണ്ടപ്പോ വിശാൽ അടിച്ചാണി എന്റെ നെഞ്ചിൽ തറച്ചൊരു ഫീലായിരുന്നു. അതത്രേ ഉള്ളൂ ജാസ്മിൻ. അവര് ഭാര്യയും ഭർത്താവൂല്ലേ, അധികം നേരം പിണങ്ങിയിരിക്കാനൊന്നും അവർക്കാവില്ല. അതങ്ങനെയാ. അപ്പൊ ഞാൻ ആരാ ആന്റി? തുണിക്കടയിലിരിക്കുന്ന ബൊമ്മയോ അതോ ഷോക്കേസിലിരിക്കുന്ന പാവയോ? എന്റെ ജാസ്മിനെ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിന്നെ ആരെങ്കിലും ബൊമ്മയായിട്ട് കണ്ടാ ഞാൻ മിണ്ടാതിരിക്കോ? എല്ലാത്തിന്റെ തൊലി ഞാൻ ഒരുക്കില്ലേ? ഈ പറച്ചിലല്ലാതെ ഒന്നും പ്രാവർത്തികമാവുന്നില്ലല്ലോ ആന്റി. പാർവതിയുടെ തൊലി ഇരിക്കല്ല വേണ്ടത്, ഷവർമ ഉണ്ടാക്കാൻ ചിക്കൻ കറക്കുന്നത് പോലെ പൊരിക്കണം. എന്റെ പൊന്നെ, നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിനൊക്കെ ടെൻഷൻ അടിക്കല്ലേ. ഈ ചെറിയ വിഷയങ്ങൾക്കൊക്കെ ഇങ്ങനെ ഫീലായ വലിയ വലിയ വിഷയങ്ങൾ നിന്റെ ലൈഫിലുണ്ടായാൽ നീ എന്ത് ചെയ്യും? ഒന്നുമില്ലെങ്കിലും നീ അമേരിക്കയിൽ നിന്ന പെൺകുട്ടിയല്ലേ, ആ ബോൾഡ്നെസ് നീ കാണിക്കണ്ടേ? നിനക്ക് ആ ദരിദ്രവാസി പാർവതിയെ ഈ വീട്ടിൽ നിന്ന് തുരത്താൻ പറ്റും. നിന്നെ കൊണ്ടേ അത് പറ്റൂ. അതുകൊണ്ട് ടെൻഷൻ മാറ്റി ബോൾഡ് ആവണം. ഞാൻ ബോൾഡൊക്കെ തന്നെ ആന്റി, ഞാനേ ഇവിടെ ബോൾഡ് ആയിട്ടുള്ളൂ. വിശാലും പാർവതിയും ചേർന്ന് കൊഞ്ചിക്കൊഴഞ്ഞ് ആണി അടിക്കുന്ന കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് നിനക്ക് ഈ ഐഡിയ ട്രൈ ചെയ്തൂടാ? എന്താ ഐഡിയ ആന്റി, ഒന്ന് തെളിച്ച് പറ. എടി, നീ ഒരു വക്കീലിന്റെ മോളല്ലേ, നിനക്ക് ഞാൻ ഉദ്ദേശിച്ച ഐഡിയ മനസ്സിലായില്ലേ? നല്ലതുപോലെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പോവാ. ആന്റി, വിശാലുമായിട്ട് എങ്ങനെയെങ്കിലും ഒരു റൊമാൻസ് സീൻ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ വിശാലിന്റെ മനസ്സിൽ കയറി പറ്റിയിട്ട് പാർവതിയെ ഈ വീട്ടിൽ നിന്ന് തുരത്തണം. അതുവരെ ഈ ജാസ്മിന് വിശ്രമമില്ല. ഇരിക്കും മുത്തശ്ശ. ഇരുന്നു. മോളെ പാർവതി, ആ, എനിക്ക് കടുപ്പത്തിലൊരു ചായ കിട്ടിയാ കൊള്ളായിരുന്നു. ഇപ്പൊ കൊണ്ടുവരാം മുത്തശ്ശ. ചായ മാത്രം ആക്കണ്ട, കൊറേ പലഹാരങ്ങളോട് കൊടുക്ക്. ഇരിക്ക. സുഖവാസത്തിന് വന്നിരിക്കല്ലേ, തിന്ന് കൊഴുക്കട്ടെ. എന്തിനാ അപ്പച്ചി ഇദ്ദേഹത്തെ ഇങ്ങനെ വെറുതെ ആക്ഷേപിക്കുന്നേ? വയസ്സിന് മൂത്ത കാഴ്ചയില്ലാത്ത ഒരു പാവ മനുഷ്യനല്ലേ? നീ എന്നെ ഉപദേശിക്കാൻ വരരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആണിയടി മഹോത്സവം കഴിഞ്ഞിട്ട് നീ ഉപദേശിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? എന്താ ആന്റി, എന്താ പുതിയ ഉപദേശം? ഈ കണ്ണ് കാണാൻ വയ്യാത്തവനോട് താണ വണങ്ങി വേണം ഞാൻ സംസാരിക്കേണ്ടതെന്ന്. പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്? തിരുവിതാംകൂർ മഹാരാജാവല്ലേ, പഞ്ചപുച്ഛം അടക്കി ഓച്ചാനിച്ച് നിക്കണം. ദേ, ഒരു കാര്യം ഞാൻ പറയാം. ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് കമ്പിവടിയുമായിട്ട് ഈ വീട്ടില് തേരാപ്പാര നടന്നേ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുത്, പറഞ്ഞേക്കാം. അത് മാത്രമല്ല, ലക്ഷങ്ങള് വില വരുന്ന ആന്റിക് ഐറ്റംസ് ആണ് ഈ വീട്ടിലുള്ളത്. തപ്പിത്തടഞ്ഞ അതൊക്കെ പൊട്ടിച്ചാലേ ആര് സമാധാനം പറയും? അതുകൊണ്ട് മോളെ പാർവതി, നീ ഇയാളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിയിടാൻ നോക്ക്.